ഓക്കെ, വെരി ഗുഡ് മോർണിംഗ് ടു ഓൾ. എല്ലാവർക്കും ബോട്ടണിയുടെ പുതിയ ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഇപ്പോൾ സെക്കൻഡ് ചാപ്റ്ററാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് അല്ലെങ്കിൽ ആൻജിയോസ്പേംസ്. അപ്പോൾ ആ സെക്ഷൽ റീപ്രൊഡക്ഷനിൽ പങ്കെടുക്കുന്ന പാർട്ട് ഫ്ലവറാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ആ ഫ്ലവറിൻ്റെ പാർട്സ്, കോമൺ ഫ്ലോറൽ വേൾഡ്സ് അല്ലെങ്കിൽ കോമൺ ഫ്ലവർ പാർട്സാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അത് നമ്മൾ കാലിക്സ്, കൊറോള, ആൻഡ്രീഷ്യത്തിൻ്റെ കംപ്ലീറ്റ് സ്ട്രക്ചർ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? അതിൻ്റെ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടായിട്ടുള്ള ഗൈനീഷ്യത്തെ പറ്റിയാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് ഗൈനീഷ്യം. എന്താ ഗൈനീഷ്യം എന്ന് പറഞ്ഞത്? ഇറ്റ്സ് എ ഇന്നർമോസ്റ്റ് ഫ്ലോറൽ പാർട്സ്. ഒരു ഫ്ലവറിൻ്റെ ഏറ്റവും ഇന്നറായിട്ട് കാണപ്പെടുന്ന പാർട്ടാണെന്ത്? ഗൈനീഷ്യം എന്ന് പറയുന്നത്. It is the female reproductive part. Female reproductive parts. Okay. This gynoecium is composed of pistil or carpel. അതായത് ഗൈനീഷ്യം നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? പിസ്റ്റിൽ ഓർ കാർപ്പൽ. കാർപ്പൽ കൊണ്ടോ അല്ലെങ്കിൽ പിസ്റ്റിൽ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. രണ്ട് പേരിലും അറിയപ്പെടാറുണ്ട്. കാർപ്പൽ എന്നും പിസ്റ്റിൽ എന്നും അറിയപ്പെടാറുണ്ട്. ഓക്കെ. അപ്പം ദി ഇൻഡിവിജ്വൽ യൂണിറ്റ് ഓഫ് ദി ഗൈനീഷ്യം ഈസ് നോൺ ആസ് പിസ്റ്റിൽ ഓർ കാർപ്പൽ എന്ന് വിളിക്കുന്നു. പിസ്റ്റിൽ ഓർ കാർപ്പൽ എന്ന് വിളിക്കുന്നു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഈ കാർപ്പലിൻ്റെ സ്ട്രക്ചറാണ്. സ്ട്രക്ചർ ഓഫ് കാർപ്പൽ അല്ലെങ്കിൽ സ്ട്രക്ചർ ഓഫ് പിസ്റ്റിൽ. നമുക്ക് ഒരു കാർപ്പലിന് അല്ലെങ്കിൽ ഒരു പിസ്റ്റിലിന് പ്രധാനമായിട്ടും 3 ഭാഗങ്ങളാണ് കാണപ്പെടുന്നത്. പ്രധാനമായി 3 parts. There are 3 parts. Ovary, style, stigma. Ovary, style, stigma. Ovary, style, stigma. ഇനി നമുക്ക് ഓരോന്ന് നോക്കിപ്പോകാം. ഫസ്റ്റ് വൺ ദി ഓവറി. ഡയഗ്രത്തിൽ നോക്കൂ. ഓവറി എന്ന് വെച്ചാൽ ലോവർ പാർട്ടാണ് ഓവറി എന്ന് പറയുന്നത്. ദി ബേസൽ സ്വോളൻ part of the gynoecium is known as the ovary. The basal swollen part of the gynoecium is known as ovary. Okay. ആ ഏറ്റവും ലോവർ പോർഷനിൽ തലാമസിനോട് ചേർന്ന് സ്വൊള്ളനായിട്ട്, എന്താ സ്വൊള്ളൻ എന്ന് പറയുന്നത്? വേർതിരിക്കുന്ന ആ സ്വൊള്ളനായിട്ട് കാണപ്പെടുന്ന ഭാഗമാണെന്ത്? ഓവറി എന്ന് പറയുന്നത്. ഓക്കെ, ഓവറി എന്ന് പറയുന്നത്. ഇനി വാട്ട്സ് എ സ്റ്റൈൽ? സ്റ്റൈൽ എന്ന് പറയുന്നത് ലോങ് ആൻഡ് സ്ലെൻഡർ പാർട്ട് ഓഫ് ദി ഗൈനീഷ്യം ഈസ് നോൺ ആസ് സ്റ്റൈൽ. ദി ലോങ് ആൻഡ് സ്ലെൻഡർ പാർട്ട് ഓഫ് ദി ഗൈനീഷ്യം ഈസ് നോൺ ആസ് സ്റ്റൈൽ. അതായത് സ്ലെൻഡറായിട്ടും ലോങ് ആയിട്ടും കാണപ്പെടുന്ന പാർട്ട് അല്ലേ? ആ പാർട്ട്, അതായത് ആ നീണ്ടു നിൽക്കുന്ന ആ പാർട്ടാണ് എന്ത് ശരിക്കും ഇതിൻ്റെ സ്റ്റൈൽ എന്ന് പറയുന്നത്. ഇനി വാട്ട് ഇസ് ദി സ്റ്റിഗ്മ? ദി എപ്പിക്കൽ പോർഷൻ ഈസ് കൺസിഡർഡ് ആസ് എ സ്റ്റിഗ്മ. ഇറ്റ് ഈസ് ദി റിസപ്റ്റീവ് സ്ട്രക്ചർ ഓഫ് ദി ഫ്ലവർ ഫോർ ദി അക്സെപ്റ്റിംഗ് ദി പോളൻ ഗ്രെയിൻസ്. നമുക്ക് ഗൈനീഷ്യത്തിൻ്റെ ഏറ്റവും ടിപ്പിലുള്ള എപ്പിക്കൽ പോർഷനാണെന്ത്? സ്റ്റിഗ്മ എന്ന് പറയുന്നത്. ശരിക്കും ഈ സ്റ്റിഗ്മ എന്താണ്? ഒരു റിസപ്റ്റീവ് സ്ട്രക്ചറാണ്. വാട്ട് ഇസ് ദി റിസപ്റ്റീവ് സ്ട്രക്ചർ? റിസപ്ഷൻ എന്നൊക്കെ പറയാനല്ലേ, നമ്മൾ അതിഥികളെ സ്വീകരിക്കുന്ന ഭാഗമാണ് റിസപ്ഷൻ. അപ്പോൾ റിസപ്റ്റീവ് പാർട്ട് അല്ലെങ്കിൽ റിസപ്റ്റീവ് സ്ട്രക്ചർ എന്ന് പറയുന്നത് എന്താണ്? പോളൻ ഗ്രെയിൻസിന് റിസപ്റ്റ് അല്ലെങ്കിൽ എന്താണ് അക്സെപ്റ്റ് ചെയ്യുന്ന ഭാഗമാണ് എന്ത്? സ്റ്റിഗ്മ എന്ന് പറയുന്നത്. അപ്പോൾ നോക്കുക, ഒരു ഡയഗ്രം നോക്കുക. ആ 3 പോർഷൻസും സ്റ്റിഗ്മ, സ്റ്റൈല്, ഓവറി. ഓക്കെ, ഇതാണ് ഒരു ഗൈനീഷ്യത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ ഓവറി നമ്മൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഓവറി നോക്കുക. ഇൻസൈഡ് ദി ഓവറി കണ്ടെയ്ൻ ദി ഒവേറിയൻ കാവിറ്റി. ഒരുപാട് ലോക്യൂൾസ് കാണാൻ പറ്റും. നമ്മൾ ഫസ്റ്റ് ഇയർ പഠിച്ചിട്ടുണ്ട്. ഒരുപാട് ലോക്യൂൾസ് കാണാൻ പറ്റും. ഇൻസൈഡ് ദി ലോക്യൂൾ കണ്ടെയ്ൻ പ്ലാസെൻ്റ. അതിനുള്ളിൽ എന്തുണ്ടായിരിക്കും? പ്ലാസെൻ്റയും കാണപ്പെടുന്നു. ഇൻസൈഡ് ദി പ്ലാസെൻ്റ കണ്ടെയ്ൻ ദി ഓവ്യൂൾ. ഈ പ്ലാസെൻ്റയിലാണ് എന്ത് കാണപ്പെടുന്നത്? ഓവ്യൂൾ അല്ലെങ്കിൽ മെഗാസ്പൊറാഞ്ചിയം കാണപ്പെടുന്നത്.
ഓവ്യൂൾ അല്ലെങ്കിൽ മെഗാസ്പൊറാഞ്ചിയം. ഞാൻ പറഞ്ഞു ഈ മെഗാസ്പൊറാഞ്ചിയം അതായത് ഓവറിക്കുള്ളിലാണ് എന്ത് കാണപ്പെടുന്നത്, പ്ലാസൻ്റ ഉണ്ടെന്ന് പറഞ്ഞു. ഈ പ്ലാസൻ്റയിൽ എന്ത് കാണപ്പെടുന്നുണ്ട്, ഓവ്യൂൾ അല്ലെങ്കിൽ മെഗാസ്പൊറാഞ്ചിയം കാണപ്പെടുന്നത്. ഈ മെഗാസ്പൊറാഞ്ചിയത്തിൻ്റെ ഉള്ളിലായിട്ടാണ് ശരിക്കും ആര് കാണപ്പെടുന്നത്, മെഗാസ്പോർ കാണപ്പെടുന്നത് അല്ലെങ്കിൽ ഫീമെയിൽ ഗെമിറ്റോഫൈറ്റ് കാണപ്പെടുന്നത്. അപ്പം എങ്ങനെയാണ് ഈ മെഗാസ്പോർ ഉണ്ടാവുന്നത് എന്നാണ് ഇനി നമ്മൾ നോക്കുന്നത്. നോക്കുക, ദാറ്റ് പ്രോസസ് ഈസ് നോൺ ആസ് ദി മെഗാസ്പോറോജെനസിസ്. What is the megasporogenesis? It is the process of formation of megaspore from the megaspore mother cell. ഒരു മെഗാസ്പോർ മദർ സെല്ലിൽ നിന്ന് മെഗാസ്പോർ ഉണ്ടാവുന്ന പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, മെഗാസ്പോറോജെനസിസ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ജെനസിസ് എന്ന് കേട്ടാൽ ഓർത്തോളം ഇറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് സംതിങ്, എന്തോ ഒന്ന് ഉണ്ടാവുന്ന പ്രോസസ്, ദാറ്റ് ഈസ് ദി ജെനസിസ്. വാട്ട് ഈസ് ദി മെഗാസ്പോറോജെനസിസ്? മെഗാസ്പോർ ഉണ്ടാവുന്ന പ്രോസസ്, ഇറ്റ് ഈസ് ദി പ്രോസസ് ഓഫ് ഫോർമേഷൻ ഓഫ് മെഗാസ്പോർ. ഫ്രം വിച്ച്? എവിടെ നിന്ന്? ഫ്രം ദി മെഗാസ്പോർ മദർ സെല്ല്. മെഗാസ്പോർ മദർ സെല്ലിൽ നിന്ന് മെഗാസ്പോർ ഉണ്ടാവുന്ന പ്രോസസ്സാണ് ഈ ഒരു മെഗാസ്പോറോജെനസിസ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് ഈ മെഗാസ്പോറോജെനസിനെ ഈ ഡയഗ്രത്തിൻ്റെ സഹായത്തോടു കൂടി നമ്മളൊരു 6 സ്റ്റെപ്പിലാണ് നമ്മളതിനെ പറയാൻ പോകുന്നത്. അതൊന്ന് ശ്രദ്ധിക്കുക. ഫസ്റ്റ് സ്റ്റെപ്പ് 1, ഇവിടെ നോക്കൂ. A single cell from the nucellus at the hypodermis of micropylar end differentiated into megaspore mother cell. ഒന്നുമില്ല, ഈ ന്യൂസെല്ലസിൻ്റെ ഹൈപ്പോഡെർമിസിൻ്റെ ഭാഗത്ത് നിന്ന്, അതായത് മൈക്രോപൈലർ എൻഡ്. എന്താണ് മൈക്രോപൈലർ എൻഡൊക്കെ നമ്മൾ പിന്നീട് പറയും. ഓക്കെ, അപ്പോൾ ഇത്രമാത്രം മനസ്സിലാക്കി വെക്കുക. ന്യൂസെല്ലസിലുള്ള ഒരു സിംഗിൾ സെല്ല് ഡിഫറൻഷിയേറ്റ് ചെയ്തിട്ട് എന്തായിട്ട് മാറുന്നു, മെഗാസ്പോർ മദർ സെല്ല്, MMC, മെഗാസ്പോർ മദർ സെല്ലായിട്ട് മാറുന്നു. ദാറ്റ്സ് എ ഫസ്റ്റ് സ്റ്റെപ്പ്. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ്, ഈ മെഗാസ്പോർ മദർ സെൽ അണ്ടർഗോ ഫസ്റ്റ് മിയോട്ടിക് ഡിവിഷൻ ടു ഫോം ദി two-celled structure called megaspore dyad. Okay, megaspore dyad. A megaspore mother cell undergo first meiotic division and produce a two-celled structure that is called megaspore dyad. Then third step, this megaspore dyad undergo second meiotic division and produce megaspore tetrad. അല്ലേ, നമ്മൾ ഡയാഡ് എന്ന് പറഞ്ഞാൽ 2-celled സ്റ്റേജ് ആണ്. ഈ 2-celled സ്റ്റേജിന് ഓരോ സെൽസിനും വീണ്ടും എന്ത് സംഭവിക്കുന്നു, മിയോട്ടിക് ഡിവിഷൻ സംഭവിക്കുന്നു. എന്നിട്ട് എന്ത് സംഭവിക്കുന്നു, മെഗാസ്പോർ ടെട്രാഡ് ഫോം ചെയ്യുന്നു. വാട്ട്സ് എ മെഗാസ്പോർ ടെട്രാഡ്? ദാറ്റ്സ് എ 4-celled സ്റ്റേജ്. ഓക്കെ, മെഗാസ്പോർ ടെട്രാഡ് ഫോം ചെയ്യുന്നു. ദെൻ ഫോർത്ത് സ്റ്റെപ്പിൽ ഇനിയാണ് ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ 4-celled സ്റ്റേജ് ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം, അതായത് ടെട്രാഡ് ഉണ്ടായിക്കഴിഞ്ഞതിന് ശേഷം, ഈ ഔട്ട് ഓഫ് ദി 4 cells, ഈ 4 സെൽസിലെ 3 സെല്ല് എന്ത് പോകുന്നു, ഡീജനറേറ്റ് ചെയ്തിട്ട് നഷ്ടപ്പെട്ടു പോവുകയും ഒരു സെല്ല് മാത്രം എന്തായിട്ട് മാറുന്നു, ഫങ്ഷണലായിട്ട് മാറുന്നു. ദിസ് ഈസ് കോൾഡ് എ ഫങ്ഷണൽ മെഗാസ്പോർ. ഒരു ഫങ്ഷണൽ മെഗാസ്പോർ ഫോം ചെയ്യുന്നു. അതായത് 4 സെൽസിലെ 3 ഡീജനറേറ്റ് ചെയ്തിട്ട് ഡിസപ്പിയർ ആയി പോവുകയും 1 മാത്രം എന്തായിട്ട് മാറുന്നു, ഫങ്ഷണലായിട്ട് മാറുന്നു. അത് നമ്മൾ എന്ത് വിളിക്കുന്നു, ഫങ്ഷണൽ മെഗാസ്പോർ എന്ന് വിളിക്കുന്നു. അതെപ്പോഴും എന്തായിരിക്കും, ഹാപ്ലോയിഡ് കണ്ടീഷനിലായിരിക്കും. ഓക്കെ, ഇനി ശ്രദ്ധിക്കാം, ഇതിന് ന്യൂക്ലിയസ് ഉണ്ടായിരിക്കും. ഈ സെൽസിൽ എന്തുണ്ട്, ന്യൂക്ലിയസ് കാണപ്പെടുന്നുണ്ട്. അതായത് ഈ ഫങ്ഷണൽ മെഗാസ്പോറിലെ ന്യൂക്ലിയസ് ആണ് പിന്നീട് എന്ത് സംഭവിക്കുന്നത്, മൈറ്റോട്ടിക് ഡിവിഷന് വിധേയമായിട്ട് എന്ത് സംഭവിക്കുന്നു, 2 ന്യൂക്ലിയസ് ആയിട്ട് മാറുന്നു. അതായത് ആ ഫങ്ഷണൽ മെഗാസ്പോറിലുള്ള
ന്യൂക്ലിയസിന് ഡിവിഷൻ മൈറ്റോട്ടിക് ഡിവിഷനാണ് സംഭവിക്കുന്നത്. മൈറ്റോട്ടിക് ഡിവിഷനാണ്. അവിടെ നോക്കുക, ആ ഡി എന്ന് പറഞ്ഞ് അടയാളപ്പെടുത്തിയിരിക്കുന്ന ആ ഫങ്ഷണൽ മെഗാസ്പോറിനുള്ളിലുള്ള ഒരു ന്യൂക്ലിയസിനാണ് ഈ ഡിവിഷൻ സംഭവിക്കുന്നത്. എന്നിട്ടാണ് അതെന്തായിട്ട് മാറുന്നത്? 2 ന്യൂക്ലിയഡ് സ്റ്റേജായിട്ട് മാറുന്നത്, 2 ന്യൂക്ലിയസ് ഉള്ള സ്റ്റേജായിട്ട് മാറുന്നത്. ഇനി ശ്രദ്ധിക്കുക, അതിൽ ഓരോ ന്യൂക്ലിയസും എന്ത് ചെയ്യുന്നുണ്ട്? ഇറ്റ് മൂവ് ടു ദി ബോത്ത് ദി പോൾസ്, 2 പോൾസിലേക്ക് മൂവ് ചെയ്യുന്നു. എന്താ പോൾസ് എന്ന് പറയുന്നത്? 2 അറ്റത്തേക്ക് അല്ലേ? ആ എംബ്രിയോ സാക്കിൻ്റെ 2 അറ്റത്തേക്കും ആര് മൂവ് ചെയ്യുന്നു? ഈ 2 ന്യൂക്ലിയസ് മൂവ് ചെയ്യുന്നു. ഇനി ഇതിൻ്റെ ടിപ്പിലെത്തിക്കഴിഞ്ഞതിന് ശേഷം എന്ത് സംഭവിക്കുന്നു? ഇവിടെയുള്ള ഓരോ ന്യൂക്ലിയസിനും വീണ്ടും എന്ത് സംഭവിക്കുന്നു? മൈറ്റോട്ടിക് ഡിവിഷൻ സംഭവിക്കുന്നു. അപ്പോൾ എന്തായി? മുകളിൽ 2 ന്യൂക്ലിയസായി, താഴെയും 2 ന്യൂക്ലിയസായി, മൊത്തം 4 ന്യൂക്ലിയേറ്റ് സെൽസ് ആയിട്ട് മാറി. ഓക്കെ, ഇനി ഇതിന് ശേഷം വീണ്ടും ഈ 4 ന്യൂക്ലിയഡ് സെൽസിനെ undergo mitotic division and produced 8 nucleate stage. That means in each pole have 4 nucleus. ഓരോ പോളിലും 4 ന്യൂക്ലിയസ് വീതമുണ്ടായിരിക്കും. അങ്ങനെ ഒരു 8 ന്യൂക്ലിയേറ്റ് സ്റ്റേജായിട്ട് മാറുന്നു. ഓക്കെ, ഇനി ശ്രദ്ധിക്കുക, ഈ 8 ന്യൂക്ലിയേറ്റ് സ്റ്റേജായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു? ഈ 8 ന്യൂക്ലിയേറ്റ് സ്റ്റേജായി കഴിഞ്ഞാൽ ഉടനെ തന്നെ ഓരോ പോളിലുള്ള ഓരോ ന്യൂക്ലിയസും ദാറ്റ് സ്റ്റാർട്ട് ടു മൂവ് ടു ദി സെൻറ്ററിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങുന്നു. ഓക്കെ, സെൻറ്ററിലേക്ക് മൂവ് ചെയ്യാൻ തുടങ്ങുന്നു. ഈ ഏകദേശം സെൻറ്ററിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെന്ത് സംഭവിക്കുന്നു? അവിടെ സെൽ വാൾ ഫോർമേഷൻ പതുക്കെ സ്റ്റാർട്ട് ചെയ്യുന്നു. ദാറ്റ് മീൻസ് ഈ 8 ന്യൂക്ലിയേറ്റ് സ്റ്റേജ് വരെയുള്ള ഡിവിഷൻ എന്ന് പറയുന്നത് ഇസ് എ സ്ട്രിക്ട്ലി ഫ്രീ ന്യൂക്ലിയർ ഡിവിഷനാണ്. സ്ട്രിക്ട്ലി ഫ്രീ ന്യൂക്ലിയർ ഡിവിഷനാണ്. അവിടെ ന്യൂക്ലിയസിന് മാത്രമേ ഡിവിഷൻ സംഭവിക്കുന്നുള്ളൂ എന്ന് സെൽ വാൾ ഫോർമേഷൻ നടക്കുന്നില്ല. നമുക്കറിയാം മൈറ്റോട്ടിക് ഡിവിഷൻ നടക്കുന്ന സമയത്ത് സെൽ വാൾ ഫോർമേഷൻ പെട്ടെന്ന് നടക്കാറുണ്ട്. പക്ഷേ ഇതിൻ്റെ കേസിൽ എന്താണ്, ഈ 8 ന്യൂക്ലിയസ് ആവുന്നത് വരെ ഒരു രീതിയിലുള്ള സെൽ വാൾ ഫോർമേഷൻ നടക്കുന്നില്ല. അത് കംപ്ലീറ്റ്ലി എന്താണ്, ഫ്രീ ന്യൂക്ലിയർ ഡിവിഷനാണ്. ഇനി ഈ 8 ന്യൂക്ലിയേറ്റ് സ്റ്റേജ്, ആഫ്റ്റർ ദി 8 ന്യൂക്ലിയേറ്റ് സ്റ്റേജ് ദി സെൽ വാൾ ഫോർമേഷൻ is started, then finally form a typical female gametophyte is formed. ഓക്കെ, ഇനി നമ്മൾ പ്രധാനപ്പെട്ടൊരു ഭാഗത്തിലേക്കാണ് പോകുന്നത്. ഈ പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ഈ പാഠഭാഗത്ത് നിന്ന് ചോദിക്കുന്ന ഒരു ചിത്രമാണ് എന്ത്, മെഗാസ്പൊറാഞ്ചിയം. സ്ട്രക്ചർ ഓഫ് മെഗാസ്പൊറാഞ്ചിയം ഓർ ഓവ്യൂൾ. ഓവ്യൂളിൻ്റെ അല്ലെങ്കിൽ മെഗാസ്പൊറാഞ്ചിയത്തിൻ്റെ സ്ട്രക്ചർ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. എവിടെയാണ് ശരിക്കും മെഗാസ്പൊറാഞ്ചിയം അല്ലെങ്കിൽ ഓവ്യൂൾ കാണപ്പെടുന്നത്? പ്ലാസൻ്റയ്ക്കുള്ളിലാണ് അല്ലേ? പ്ലാസൻ്റ എവിടെയാണ് കാണപ്പെടുന്നത്? ഓവറിക്കുള്ളിലുള്ള ലോക്യൂൾസിലാണ് കാണപ്പെടുന്നത്. ശ്രദ്ധിക്കുക, ഓവറിക്കുള്ളിലെ ലോക്യൂള്, ആ ലോക്യൂളിൻ്റെ ഉള്ളിലുള്ള പ്ലാസൻ്റ, ആ പ്ലാസൻ്റയ്ക്ക് മേലെയാണ് എന്ത് കാണപ്പെടുന്നത്? മെഗാസ്പൊറാഞ്ചിയം അല്ലെങ്കിൽ ഓവ്യൂള് കാണപ്പെടുന്നത്. ആ ഓവ്യൂളിൻ്റെ സ്ട്രക്ചറാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്കതിൻ്റെ ഓരോരോ ഭാഗങ്ങളും നോക്കുക. ചിത്രത്തിലേക്ക് നന്നായിട്ട് ശ്രദ്ധിക്കുക. ചിത്രം വരച്ച് തന്നെ പഠിക്കണം. ഓരോരോ ഭാഗങ്ങളും നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഇസ് ദി ഫ്യൂണിക്കിൾ. ഇറ്റ് ഈസ് ദി സ്റ്റോക്ക് വിച്ച് അറ്റാച്ച് ദി ഓവ്യൂൾ ഇൻ ടു ദി പ്ലാസൻ്റ. ഓക്കെ, നമുക്കറിയാം ഈ ഓവ്യൂളിനെ പ്ലാസൻ്റയുമായിട്ട് ബന്ധിപ്പിക്കുന്ന ആ സ്റ്റോക്കിനെ വിളിക്കുന്ന പേരാണെന്ത്? ഫ്യൂണിക്കിൾ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദി സ്റ്റോക്ക് വിച്ച് അറ്റാച്ച്ഡ് ദി ഓവ്യൂൾ ഇൻ ടു ദി പ്ലാസൻ്റ. ഓക്കെ, അതിന് വിളിക്കുന്ന പേരാണെന്ത്? ഫ്യൂണിക്കിൾ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ പാർട്ട് ഹൈലം എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദി ജംഗ്ഷൻ ബിറ്റ്വീൻ ഓവ്യൂൾ ആൻഡ് ഫ്യൂണിക്കിൾ. ഓവ്യൂളിൻ്റെയും ഫ്യൂണിക്കിളും തമ്മിലുള്ള ആ ഒരു ജോയിൻ ചെയ്യുന്ന പാർട്ട്, ആ ജംഗ്ഷനെ
നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ഹൈലം എന്ന് പറയുന്നത്. ദി ബോഡി ഓഫ് ദി ഓവ്യൂൾ ഫ്യൂസ് വിത്ത് ഫ്യൂണിക്കിൾ ഇൻ ദാറ്റ് റീജിയൻ ഈസ് കോൾഡ് ഹൈലം. അതിനെ വിളിക്കുന്ന പേരാണ് എന്ത്, ഹൈലം എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ. ഇനി തേർഡ് പാർട്ട്, ഇൻറ്റിഗ്യുമെൻറ്റ്സ്. നോക്കുക, ഈ ഓവ്യൂളിനെ കവർ ചെയ്തുകൊണ്ട് രണ്ട് പ്രൊട്ടക്റ്റീവ് എൻവലപ്പ് കാണപ്പെടുന്നുണ്ട്. ദാറ്റ് എൻവലപ്മെൻറ്റ് ഈസ് കോൾഡ് ഇൻറ്റിഗ്യുമെൻറ്റ്സ്. ഈച്ച് ഓവ്യൂൾ ഹാസ് എ ടു പ്രൊട്ടക്റ്റീവ് എൻവലപ്പ്. ഇറ്റ് ഈസ് കോൾഡ് ഇൻറ്റിഗ്യുമെൻറ്റ്സ്. ഞാൻ പറഞ്ഞു രണ്ട് എൻവലപ്പ് ഉണ്ട്. ഔട്ടർ എൻവലപ്പ് ഈസ് കോൾഡ് ഔട്ടർ ഇൻറ്റിഗ്യുമെൻറ്റ്സ്. ഇന്നർ എൻവലപ്പ് ഈസ് കോൾഡ് ഇന്നർ ഇൻറ്റിഗ്യുമെൻറ്റ്സ്. ഓക്കെ. അപ്പോൾ ഓവ്യൂളിനെ സറൗണ്ട് ചെയ്തുകൊണ്ട് എന്ത് കാണപ്പെടുന്നുണ്ട്, ഇൻറ്റിഗ്യുമെൻറ്റ്സ് കാണപ്പെടുന്നുണ്ട്. എന്നാൽ എല്ലാ ഭാഗത്തും എന്ത് കാണപ്പെടുന്നില്ല, ഇൻറ്റിഗ്യുമെൻറ്റ്സ് കാണപ്പെടുന്നില്ല. ഒരു ഭാഗത്ത് എക്സെപ്റ്റ് വൺ റീജിയൻ, ഒരു ഭാഗത്ത് ഇൻറ്റിഗ്യുമെൻറ്റ്സ് കാണപ്പെടുന്നില്ല. അവിടെ ചെറിയൊരു ഓപ്പണിംഗ് ഉണ്ടായിരിക്കും. ആ ഓപ്പണിങ്ങിനെ വിളിക്കുന്ന പേരാണെന്ത്, മൈക്രോപൈൽ എന്ന് പറയുന്നത്. മൈക്രോപൈൽ. Integuments are surrounded the oval except one region. It have an opening, അല്ലെങ്കിൽ സ്മാൾ ഓപ്പണിംഗ് ഏരിയ, ദാറ്റ് ഇസ് കോൾഡ് മൈക്രോപൈൽ. അതിനെ വിളിക്കുന്ന പേരാണ് മൈക്രോപൈൽ എന്ന് പറയുന്നത്. വാട്ട്സ് ദ പർപ്പസ് ഓഫ് മൈക്രോപൈൽ? വാട്ട്സ് ദ ഇമ്പോർട്ടൻസ് ഓഫ് മൈക്രോപൈൽ? എന്തായിരിക്കും മൈക്രോപൈലിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത്? നമുക്കറിയാം, ഈ ഓവ്യൂൾസിൻ്റെ ഉള്ളിലാണ് ഫീമെയിൽ ഗെമിറ്റോഫൈറ്റ് ആയിട്ടുള്ള എഗ്ഗ് കാണപ്പെടുന്നത്. ഈ എഗ്ഗുമായിട്ട് എന്ത് ചെയ്യണം, മെയിൽ ഗെമിറ്റോഫൈറ്റ് ഫ്യൂസ് ചെയ്യണം. എന്നാൽ മാത്രമേ എന്ത് നടക്കുകയുള്ളൂ, സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുകയുള്ളൂ. അപ്പോൾ ഈ പോളൻ ട്യൂബിനെ ഒരു എൻട്രൻസ്, അല്ലെങ്കിൽ പോളൻ ട്യൂബിനെ ഉള്ളിലേക്ക് കടത്തിവിടാൻ സഹായിക്കുന്ന ഭാഗമാണെന്ത്, മൈക്രോപൈൽ എന്ന് പറഞ്ഞത്. That means it is the entrance of pollen tube. പോളൻ ട്യൂബിൻ്റെ എൻട്രൻസിനെ വിളിക്കുന്ന പേരാണ് മൈക്രോപൈൽ എന്ന് പറയുന്നത്. ഇനി ആ മൈക്രോപൈൽ ഉള്ള ആ റീജിയനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മൈക്രോപൈലാർ പോൾ, അല്ലെങ്കിൽ മൈക്രോപൈലാർ എൻഡ് എന്ന് വിളിക്കുന്നത്. ഓക്കെ. എവിടെയാണോ മൈക്രോപൈൽ കാണപ്പെടുന്നത് ആ ഭാഗത്തെ, ആ എൻഡിനെ, ആ പോളിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മൈക്രോപൈലാർ പോൾ ഓർ മൈക്രോപൈലാർ എൻഡ് എന്ന് വിളിക്കുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഭാഗമാണ് സലാസ. ദി ഓപ്പോസിറ്റ് പോർഷൻ ഓഫ് ദി മൈക്രോപൈൽ ഈസ് നോൺ ആസ് ചലാസ. മൈക്രോപൈലാർ പോർഷൻ്റെ ഓപ്പോസിറ്റ് ഭാഗത്തെ വിളിക്കുന്ന പേരാണ് ചലാസ എന്ന് പറയുന്നത്. ഇതെന്താണ്, ബേസൽ പോർഷൻ ഓഫ് ദി ഓവ്യൂൾ. ബേസൽ പോർഷൻ. ഓക്കെ. അപ്പോൾ നമ്മൾ ഓവ്യൂളിൻ്റെ പുറമെയുള്ള എല്ലാ ഭാഗത്തെയും നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി ഇതിൻ്റെ ഉൾവശത്തായിട്ട് ഒരു മാസ് ഓഫ് സെൽസ് കാണപ്പെടുന്നുണ്ട്. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂസെല്ലസ് എന്ന് പറയുന്നത്. ദി മാസ് ഓഫ് സെൽസ് ദാറ്റ് എൻക്ലോസ്ഡ് ഇൻസൈഡ് ദി ഇൻറ്റിഗ്യുമെൻറ്റ്സ് ഈസ് കോൾഡ് ന്യൂസെല്ലസ്. ഒരു മാസ് ഓഫ് സെൽസാണ് ന്യൂസെല്ലസ് എന്ന് പറയുന്നത്. അതായത് ഇൻറ്റിഗ്യുമെൻറ്റ്സിൻ്റെ ഉള്ളിലായിട്ട് ഒരു മാസ് ഓഫ് സെൽസ് കാണപ്പെടുന്നുണ്ട്. അതാണ് ന്യൂസെല്ലസ് എന്ന് പറയുന്നത്. ഇൻസൈഡ് ദി ന്യൂസെല്ലസ് കണ്ടെയ്ൻ എംബ്രിയോ സാക്ക്. അതിൻ്റെ ഏറ്റവും ഉള്ളിലായിട്ട് കാണപ്പെടുന്ന ഭാഗമാണ് എംബ്രിയോ സാക്ക് എന്ന് പറയുന്നത്. ഇതാണ് ഒരു ടിപ്പിക്കൽ എംബ്രിയോ സാക്കിൻ്റെ, അല്ലെങ്കിൽ ഒരു ടിപ്പിക്കൽ മെഗാസ്പൊറാഞ്ചിയത്തിൻ്റെ സ്ട്രക്ചർ. നോക്ക്, നമ്മളിപ്പം ഓവ്യൂളിൻ്റെ അല്ലെങ്കിൽ മെഗാസ്പൊറാഞ്ചിയത്തിൻ്റെ സ്ട്രക്ചർ പഠിച്ചു കഴിഞ്ഞു. ഇനി ശരിക്കും പറഞ്ഞത് ഈ മെഗാസ്പൊറാഞ്ചിയം അല്ലെങ്കിൽ ഓവ്യൂള് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്, ഒരുപാട് ടൈപ്സ് ഉണ്ട്. ഈ ടൈപ്സിനെ പറ്റി നമുക്ക് നമ്മുടെ സെക്കൻഡ് ഇയറിൽ പഠിക്കാനില്ല. അത് നിങ്ങൾ ഉയർന്ന ക്ലാസ്സിൽ ഡിഗ്രിക്കൊക്കെ ബോട്ടണിക്ക് എടുത്ത് പഠിക്കുന്ന സമയത്ത് നിങ്ങൾക്കത് മനസ്സിലാവും. ഒരുപാട് ടൈപ്സ് ഉണ്ട് ഈ ഓവ്യൂള്. അതിൽ നമ്മൾ പ്രധാനപ്പെട്ട 2 ടൈപ്സ് ഇപ്പോൾ എൻട്രൻസിനൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് പറയാം. ഇപ്പം ഈ രീതിയിൽ കാണപ്പെടുന്നതാണ്
അനാട്രോപ്പസ് ഓവ്യൂൾസ് എന്ന് പറയുന്നത്. അനാട്രോപ്പസ് ഓവ്യൂൾ. അപ്പോൾ ഈ രീതിയിലുള്ള സ്ട്രക്ചർ. ഓക്കെ, ഇതാണെന്ത് അനാട്രോപ്പസ് ഓവ്യൂൾസ് എന്ന് പറയുന്നത്. പിന്നെ ഇതേപോലെ മറ്റൊന്നുണ്ട്, ഓർത്തോട്രോപ്പസ് ഓവ്യൂൾസ്. നോക്കുക, ചിത്രം നോക്കുക. ഇതാണെന്ത് ഓർത്തോട്രോപ്പസ് ഓവ്യൂൾസ് എന്ന് പറയുന്നത്. ഇനി ഈ ചിത്രം, ഈ ഡയഗ്രാം ഒന്ന് ശ്രദ്ധിക്കുക അല്ലേ. ഇതിലെന്താണ്, നമ്മുടെ ഓവ്യൂളിൻ്റെ ഒരു സ്ട്രക്ചറാണ്. ഓവ്യൂൾ അല്ലെങ്കിൽ മെഗാസ്പൊറാഞ്ചിയത്തിൻ്റെ സ്ട്രക്ചറാണ്. ഇതിൻ്റെ ഉള്ളിലായിട്ട് അല്ലെ, സെൻട്രലായിട്ടൊക്കെ എന്ത് കാണപ്പെടുന്നുണ്ട്, ഒരു കൂട്ടം സെൽസ് കാണപ്പെടുന്നുണ്ട്. നമ്മളതിനെന്താ വിളിച്ചിട്ടുള്ളത്, നമ്മളതിനെ എംബ്രിയോ സാക്ക് എന്ന് വിളിച്ചു അല്ലേ, എംബ്രിയോ സാക്ക് എന്ന് വിളിച്ചു. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഒരു മെച്ചറായിട്ടുള്ള എംബ്രിയോ സാക്കിൻ്റെ സ്ട്രക്ചറാണ്. അതായത് ഈ ഓവ്യൂളിൻ്റെ ഉള്ളിൽ കാണപ്പെടുന്ന ഈ എംബ്രിയോ സാക്കിൻ്റെ ചിത്രമാണ് ഇനി പരീക്ഷയ്ക്ക് നമുക്ക് പഠിക്കാനുള്ളത്. ശ്രദ്ധിക്കണം, പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന മറ്റൊരു ചിത്രമാണെന്ത്, സ്ട്രക്ചർ ഓഫ് എംബ്രിയോ സാക്ക് അല്ലെങ്കിൽ ഫീമെയിൽ ഗമിറ്റോഫൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ അതിന് മുന്നേ മനസ്സിലാക്കണം, നോക്കുക, ഇത് ഓവ്യൂളാണ്. ഓവ്യൂളിൻ്റെ സ്ട്രക്ചർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ഓവ്യൂളിൻ്റെ സ്ട്രക്ചർ അല്ലെങ്കിൽ ഓവ്യൂളിൻ്റെ ഉള്ളിലായിട്ട് സെൻട്രലായിട്ട് എന്ത് കാണപ്പെടുന്നുണ്ട്, ഈ പറയുന്ന എംബ്രിയോ സാക്ക് കാണപ്പെടുന്നുണ്ട്. ശരിക്കും എംബ്രിയോ സാക്ക് എന്ന് പറയുന്നത് എന്താണ്, ഫീമെയിൽ ഗമിറ്റോഫൈറ്റ് ആണ് അല്ലേ. ഈ ഫീമെയിൽ ഗമിറ്റോഫൈറ്റിൻ്റെ ഉള്ളിൽ ഒത്തിരി സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചറാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, സ്ട്രക്ചർ ഓഫ് ഫീമെയിൽ ഗമിറ്റോഫൈറ്റ്. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നോരോന്ന് നോക്കാം. ഇതൊരു എൻലാർജ്ഡ് സ്ട്രക്ചറാണ്. ശ്രദ്ധിക്കണം, എൻലാർജ്ഡ് സ്ട്രക്ചറാണ്. അതിൻ്റെ ഏറ്റവും മേലെ കാണപ്പെടുന്ന ഒരു 3 സെൽസ് ഉണ്ട് അല്ലേ, 3 സെൽസ് ഉണ്ട്. ആ 3 സെൽസിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, ആൻറ്റിപോഡൽസ് എന്ന്. ആൻറ്റിപോഡൽസ്. ദി 3 cells of the ചലാസൽ എൻഡ് ഈസ് കോൾഡ് ആൻറ്റിപോഡൽസ് അല്ലേ. ചലാസൽ എൻഡാണത്, ശ്രദ്ധിക്കണം. ചലാസൽ എൻഡിൽ കാണപ്പെടുന്ന ഒരു 3 സെൽസിൻ്റെ കൂട്ട് അല്ലെങ്കിൽ 3 സെൽസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ആൻറ്റിപോഡൽസ് എന്ന് പറയുന്നത്. എന്താ ചലാസൽ എൻഡ് എന്ന് പറയുന്നത്, മൈക്രോപൈലാർ എൻഡിൻ്റെ ഓപ്പോസിറ്റ് അല്ലേ. മൈക്രോപൈലാർ എൻഡിൻ്റെ ഓപ്പോസിറ്റ് കാണപ്പെടുന്നതാണ് എന്ത്, ചലാസൽ എൻഡ്. അപ്പോൾ ആ ചലാസൽ എൻഡിൽ കാണപ്പെടുന്ന 3 സെൽസ് അടങ്ങിയിരിക്കുന്ന അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, ആൻറ്റിപോഡൽസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ഓക്കെ, ഇനി സെക്കൻഡ് സ്ട്രക്ചർ, പോളാർ ന്യൂക്ലിയൈ. നമുക്ക് ഈ സെൻറ്ററിൽ കാണപ്പെടുന്ന ആ ഒരു 2 ന്യൂക്ലിയസ് അടങ്ങിയിരിക്കുന്നതാണ് എന്ത്, പോളാർ ന്യൂക്ലിയൈ എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, ഇങ്ങനെ മെഗാസ്പോറോജൻസ് പഠിച്ച സമയത്ത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഫ്രീ ന്യൂക്ലിയർ ഡിവിഷൻ കഴിഞ്ഞാൽ ഉടൻ തന്നെ എന്ത് സംഭവിക്കുന്നുണ്ട്, 2 പോളാർ എൻഡിൽ നിന്നും ഓരോ ന്യൂക്ലിയസ് സെൻറ്ററിലേക്ക് വരുന്നുണ്ട് അല്ലേ, സെൻറ്ററിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ ഉണ്ടായിരിക്കുന്ന ആ സെൻട്രൽ ഉണ്ടായിരിക്കുന്ന 2 ന്യൂക്ലിയയെ നമ്മൾ ഒരുമിച്ച് വിളിക്കുന്ന പേരാണെന്ത്, പോളാർ ന്യൂക്ലിയൈ എന്ന് പറയുന്നത്. ഓക്കെ, പോളാർ ന്യൂക്ലിയൈ എന്ന് പറയുന്നത്. ഇനി ശ്രദ്ധിക്കുക, ഈ പോളാർ ന്യൂക്ലിയൈ കാണപ്പെടുന്നത് എന്താണ്, ഈ പോളാർ ന്യൂക്ലിയൈ കാണപ്പെടുന്നത് ഒരു ലാർജ് സെൽസിലാണ് അല്ലേ, ഒരു വലിയ സെൽസിൻ്റെ ഉള്ളിലാണ് ഈ പോളാർ ന്യൂക്ലിയൈ കാണപ്പെടുന്നത്. ആ സെല്ലിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, സെൻട്രൽ സെൽ എന്ന് പറയുന്നത്. The polar nuclei are seen inside a large central cell called central cells അല്ലേ. ഒരു ലാർജ് സെൻട്രൽ സെല്ലിലാണ് ഈ പോളാർ ന്യൂക്ലിയൈ കാണപ്പെടുന്നത്. അതിന് നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, സെൻട്രൽ സെൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോക്കുക, ഇനി അതിന് തൊട്ട് താഴെയായിട്ട് 2 സെൽസ് കാണപ്പെടുന്നുണ്ട്. അതിന് നമ്മൾ സൈനർജിഡ്സ് എന്ന് പറയുന്നു. അപ്പോൾ അതായത് എമംഗ് ദി 3 cells of the micropylar end, 2 cells are formed a special cellular structure which are called synergids. Okay, that means
നമ്മൾ നേരത്തെ പറഞ്ഞിരിക്കുന്ന ചലാസൽ എൻഡിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് മൈക്രോപൈലാർ എൻഡിൻ്റെ ഭാഗത്തും 3 സെൽസിൻ്റെ കൂട്ടം കാണപ്പെടുന്നുണ്ട്. അതിൽ 2 സെൽസ് എന്തായിരുന്നു സ്പെഷ്യൽ സെല്ലുലാർ സ്ട്രക്ചർ ഫോം ചെയ്യുന്നുണ്ട്. ആ സെല്ലുകളെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത് സൈനർജിഡ്സ് എന്ന് പറയുന്നത്. സൈനർജിഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മറ്റൊരു പ്രധാനപ്പെട്ട സ്ട്രക്ചറാണ് എന്ത് എഗ് എന്ന് പറയുന്നത്. അതായത് എമംഗ് ദീസ് 3 സെൽസ്, അതായത് മൈക്രോപൈലാർ എൻഡിലുള്ള ആ 3 സെൽസിലെ 2 എണ്ണം സൈനർജിഡ്സ് ആണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആ ബാക്കിയുള്ള ഒരു സെൽസ് എന്തായിട്ട് മാറുന്നു? എഗ് ആയിട്ട് മാറുന്നു. എഗ് ആയിട്ട് മാറുന്നു. ഇനി ശ്രദ്ധിക്കുക, ഞാൻ പറഞ്ഞു ഈ 3 സെല്ലും കൂടിയും ഒരുമിച്ചാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ ഒരുമിച്ച് വിളിക്കുന്ന ടുഗദർ കോൾഡ് എഗ് അപ്പാരറ്റസ്. ബോത്ത് ദി എഗ് ആൻഡ് സൈനർജിഡ്സ് ടുഗദർ കോൾഡ് എഗ് അപ്പാരറ്റസ്. അത് നമ്മൾ വിളിക്കുന്ന പേരാണ് എഗ് അപ്പാരറ്റസ് എന്ന് പറയുന്നത്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട സ്ട്രക്ചറാണ് പിലിഫോം അപ്പാരറ്റസ് എന്ന് പറയുന്നത്. നോക്കുക, ചിത്രത്തിൽ നോക്കുക, പിലിഫോം അപ്പാരറ്റസ് എ സ്പെഷ്യൽ ടൈപ്സ് ഓഫ് സ്ട്രക്ചർ പ്രസൻറ്റ് ഇൻ ദി സൈനർജിഡ്സ്. സൈനർജിഡ്സിൻ്റെ ഉള്ളിൽ ഒരു പ്രത്യേക രീതിയിലുള്ള സ്ട്രക്ചർ കാണപ്പെടുന്നുണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് പിലിഫോം അപ്പാരറ്റസ് എന്ന് പറയുന്നത്. പിലിഫോം അപ്പാരറ്റസ് എന്ന് പറയുന്നത്. ശ്രദ്ധിക്കണം, വാട്ട്സ് ദ പർപ്പസ് ഓഫ് പിലിഫോം അപ്പാരറ്റസ്? It help the entry of the pollen tube towards the embryo sac through the micropylar end. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, മൈക്രോപൈലാർ എൻഡ് എന്ന് പറയുന്നത് ഇൻഡിഗ്യുമെൻസ് ഇല്ലാത്തൊരു ഭാഗമാണ്. അതിലൂടെയാണ് പോളൻ ട്യൂബ് വരുന്നത്. ഈ പോളൻ ട്യൂബിനുള്ളിലാണ് എന്തുള്ളത്? മെയിൽ ഗമീറ്റ് ഉള്ളത്. അപ്പോൾ ഈ ഡിസ്ചാർജ് ചെയ്യുന്ന ഈ മെയിൽ ഗമീറ്റിനെ എഗ്ഗിൻ്റെ അടുത്തേക്ക് കൊണ്ടുപോകണം. അപ്പോൾ അതിന് വഴി കാട്ടുന്നത് അതിന് ആ ഒരു എഗ്ഗിൻ്റെ ഭാഗത്തേക്ക് എത്താൻ സഹായിക്കുന്ന 2 അപ്പാരറ്റസ് ആണ് പിലിഫോം അപ്പാരറ്റസ് എന്ന് പറയുന്നത്. എന്താണ് പിലിഫോം അപ്പാരറ്റസ്? വാട്ട്സ് ദ ഫങ്ഷൻ ഓഫ് പിലിഫോം അപ്പാരറ്റസ്? ഇറ്റ് ഹെൽപ്പ് ദി എൻട്രി ഓഫ് പോളൻ ട്യൂബ് ടുവേർഡ്സ് ദി എഗ്. എഗ്ഗിൻ്റെ അടുത്തേക്ക് പോളൻ ട്യൂബിനെ വഴി കാട്ടുന്ന സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചറാണ് പിലിഫോം അപ്പാരറ്റസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ടിപ്പിക്കൽ എംബ്രിയോ സാക്കിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനി ശ്രദ്ധിക്കുക, ഈ ടിപ്പിക്കൽ എംബ്രിയോ സാക്കിനെ നമ്മൾ 7 സെൽഡ് 8 ന്യൂക്ലിയേറ്റ് സ്റ്റേജ് എന്ന് വിളിക്കാറുണ്ട്. എന്താണ് 7 സെൽഡ് 8 ന്യൂക്ലിയേറ്റ് സ്റ്റേജ് എന്ന് വിളിക്കാറുണ്ട്. അതായത് ഒരു എംബ്രിയോ സാക്കിനെ അല്ലെങ്കിൽ ഫീമെയിൽ ഗെമിറ്റോഫൈറ്റിനെ നമ്മൾ എന്ത് വിളിക്കുന്നുണ്ട്? 7 സെൽഡ് 8 ന്യൂക്ലിയേറ്റ് സ്റ്റേജ് എന്ന് വിളിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണെന്ന് നോക്കാം. ഇതിൽ നമ്മൾ സെൽസുകൾ എണ്ണി നോക്കുക. 3 ആൻറ്റിപോഡൽസ് അല്ലേ? 3 ആൻറ്റിപോഡൽസ്, ഒരു ലാർജ് സെൻട്രൽ സെൽസ് അല്ലേ? എഗ് അപ്പാരറ്റസിൽ 3 സെൽസ്, ഒരു എഗ്, 2 സൈനർജിഡ്സ് അല്ലേ? അപ്പോൾ എത്ര സെല്ലായി? 3, 4, 5, 2, 7 സെൽസായി അല്ലേ? ദാറ്റ്സ് 7 സെൽഡ്. ഇനി എത്ര ന്യൂക്ലിയസ് ഉണ്ടോ നോക്കൂ. 3 ആൻറ്റിപോഡൽസിൽ ഓരോ ന്യൂക്ലിയസ്. അപ്പോൾ എത്ര ന്യൂക്ലിയസ് ആയി? 3 ന്യൂക്ലിയസ്. പിന്നെ സെൻട്രൽ സെൽസിൽ എത്ര ന്യൂക്ലിയസ് ഉണ്ട്? 2 ന്യൂക്ലിയസ് ഉണ്ട് അല്ലെ? 2 പോളാർ ന്യൂക്ലിയസ് ഉണ്ട്. എഗ്ഗിൽ എത്ര ന്യൂക്ലിയസ് ഉണ്ട്? 1 ന്യൂക്ലിയസ്. സൈനർജിഡ്സിൽ എത്ര ന്യൂക്ലിയസ് ഉണ്ട്? 2. അപ്പോൾ എത്രയായി? 3, 2, 5, 5, 3, 6, 6, 2, 8 ന്യൂക്ലിയസ്. ക്ലിയർ ആണോ? അതായത് 7 സെൽഡാണ്, 7 സെല്ലാണ്, പക്ഷെ എത്രയുണ്ട്? 8 ന്യൂക്ലിയസ് ഉണ്ട് അല്ലേ? സാധാരണ നമ്മൾ ഒരു സെല്ലിൽ 1 ന്യൂക്ലിയസ് ഉണ്ടാകാൻ പാടുള്ളൂ. അപ്പോൾ 7 സെല്ലിൽ ശരിക്കും എത്ര ഉണ്ടാകാൻ പാടുള്ളൂ? 7 ന്യൂക്ലിയസ് ഉണ്ടാകാൻ പാടുള്ളൂ. പക്ഷേ ഇവിടെ എന്തുണ്ട്? 8 ന്യൂക്ലിയറ്റ് ഉണ്ട്. അതുകൊണ്ടാണ് ഒരു ടിപ്പിക്കൽ എംബ്രിയോ സാക്കിനെ 7 സെൽഡ് 8 ന്യൂക്ലിയേറ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്.
ക്ലിയർ ആണോ? ഓക്കെ, ക്ലിയർ ആണോ പറഞ്ഞത്? 7 സെൽഡ് 8 ന്യൂക്ലിയേറ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. അതിന് കാരണം എന്താണ്? ഒരു ലാർജ് സെൻട്രൽ സെൽസിൽ 2 പോളാർ ന്യൂക്ലിയെ കാണപ്പെടുന്നുണ്ട്. ഇത്രത്തോളം ക്ലിയർ ആയോ? പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്, വൈ ദി എംബ്രിയോ സാക്ക് കൺസിഡേർഡ് ആസ് എ 7 സെൽഡ് 8 ന്യൂക്ലിയേറ്റ് സ്റ്റേജ്, എക്സ്പ്ലെയിൻ എന്ന് പറയാറുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് ഡയഗ്രാം വരയ്ക്കണം, ഓരോ സെല്ലും എടുത്ത് പറയണം, ആ ഓരോ സെല്ലിലുള്ള ന്യൂക്ലിയസ് എടുത്ത് പറയണം, എന്നാൽ മാത്രമേ കറക്റ്റായിട്ട് ആൻസർ കംപ്ലീറ്റ് ആവുകയുള്ളൂ. ഓക്കെ, ഇതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഞാൻ പറഞ്ഞു, പരീക്ഷയ്ക്ക് ഒരുപാട് പ്രാവശ്യം ചോദിച്ച ഒരു ചോദ്യമാണ് ഈ ടിപ്പിക്കൽ എംബ്രിയോ സാക്കിൻ്റെ ഡയഗ്രാം. അതേപോലെ തന്നെ ടിപ്പിക്കൽ എംബ്രിയോ സാക്കിനെ 7 സെൽഡ് 8 ന്യൂക്ലിയേറ്റ് സ്റ്റേജ് എന്ന് വിളിക്കാനുള്ള കാരണവും പലപ്പോഴായിട്ട് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, ഡയഗ്രാം കറക്റ്റായിട്ട് ഓരോന്നും നോക്കുക. ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇവിടെ നമ്മൾ മൈക്രോ പൈലാർ എൻഡിൻ്റെ ഭാഗത്താണ് എപ്പോഴും എഗ്ഗ് വരിക. അപ്പോൾ അടയാളപ്പെടുത്തുമ്പോൾ ശ്രദ്ധിച്ചോളണം. ചില എക്സാമിനൊക്കെ ഏതാണ് ആൻറ്റിപോഡൽസ്, ഏതാണ് എഗ്ഗ് അപ്പാരറ്റസ് എന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. 3 സെല്ല് ഒരേപോലെയാണ് അടയാളപ്പെടുത്തി വയ്ക്കുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കണം, എവിടെയാണോ മൈക്രോപൈലാർ എൻഡ് ഉള്ളത് ആ ഭാഗമായിരിക്കും ആ ഭാഗത്തായിരിക്കും എഗ്ഗ് അപ്പാരറ്റസ് കാണുക. ഏത് ഭാഗത്താണോ ചലാസൽ എൻഡ് കാണുക അവിടെ ആയിരിക്കും. ഇനി ഇതുമായി ബന്ധപ്പെട്ട ഒരു ചെറിയ കാര്യം കൂടി നമുക്ക് പഠിക്കാനുണ്ട്. ദാറ്റ്സ് പ്ലോയിഡി നാച്ചർ ഓഫ് എംബ്രിയോ സാക്ക്. പ്ലോയിഡി നാച്ചർ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഹാപ്ലോയിഡ് ആണോ ഡിപ്ലോയിഡ് ആണോ, എന്താണ് ഹാപ്ലോയിഡ്, എന്താണ് ഡിപ്ലോയിഡ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ പരീക്ഷയ്ക്ക് മിക്കവാറും ചിലപ്പം ചോദിക്കാറുണ്ട്, ഒരു എംബ്രിയോ സാക്കിലെ ന്യൂസെല്ലസിൻ്റെ പ്ലോയിഡി കണ്ടീഷൻ എന്താണ്, മെഗാസ്പോർ മദർ സെല്ലിൻ്റെ പ്ലോയിഡി കണ്ടീഷൻ എന്താണ്, അതേപോലെ തന്നെ എഗ്ഗിൻ്റെ പ്ലോയിഡി കണ്ടീഷൻ എന്താണ്, ഈ കാര്യങ്ങളൊക്കെ പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ച് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമുക്കത് നോക്കാം. ഫസ്റ്റ് മീൻസ് ദി ന്യൂസെല്ലസ് എപ്പോഴും എന്തായിരിക്കും? ഡിപ്ലോയിഡ് കണ്ടീഷൻ ആയിരിക്കും, 2n കണ്ടീഷൻ ആയിരിക്കും. ന്യൂസെല്ലസ് 2n കണ്ടീഷൻ ആയിരിക്കും. ഇനി അതേപോലെ തന്നെ മെഗാസ്പോർ മദർ സെല്ല് MMC, മെഗാസ്പോർ മദർ സെല്ല്, അതെന്തായിരിക്കും? ഡിപ്ലോയിഡ് ആയിരിക്കും, 2n കണ്ടീഷൻ ആയിരിക്കും. ഇനി എഗ്ഗ് എന്താണ്? ഹാപ്ലോയിഡ് ആയിരിക്കും. കാരണം എന്താണ്? അവിടെ മിയോട്ടിക് ഡിവിഷൻ നടന്നിട്ട് ക്രോമസോമിനെ റിഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ഹാപ്ലോയിഡ് ആവുന്നത്. എഗ് ഈസ് ദി ഹാപ്ലോയിഡ് കണ്ടീഷൻ. ഇൻഡിഗ്മെൻറ്റ്സ് എപ്പോഴും എന്തായിരിക്കും? ഡിപ്ലോയിഡ് കണ്ടീഷൻ ആയിരിക്കും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചോളണം. മിയോട്ടിക് ഡിവിഷൻ നടന്നു കഴിഞ്ഞാൽ എപ്പോഴും അത് ഹാപ്ലോയിഡ് കണ്ടീഷൻ ആയിരിക്കും ഉണ്ടാവുക. എന്നാൽ പാരൻ്റ് ബോഡിയിൽ എപ്പോഴും എന്തായിരിക്കും? ഡിപ്ലോയിഡ് കണ്ടീഷനായിട്ട് ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ അതൊന്ന് ആ പ്ലോയിഡ് നാച്ചർ ഒന്നും കൂടി ഒന്ന് ശ്രദ്ധിക്കണം. പരീക്ഷയ്ക്ക് അത് ചിലപ്പോൾ പല രീതിയിലും എടുത്ത് ചോദിക്കാറുണ്ട്. ഓക്കെ.